ഇത് CPM-ന്റെ മേലെ കെട്ടിവെച്ച് CPM നടത്തിയൊരു കൊലപാതകമാണെന്ന് പ്രചരിപ്പിച്ച് കേരളത്തിലാകെ ഹർത്താൽ സംഘടിപ്പിക്കാൻ നാട്ടിൽ മുഴുവൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് RSS BJP നേതൃത്വം ഈ ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് RSS നേതാവ് രാജേഷ് തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ടത്. ഇന്ന് പ്രതിഷേധ സൂചകമായി സംസ്ഥാന വ്യാപകമായി BJP ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. 9 പ്രതികളെയാണ് ഇതിനോടകം അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമ്പോൾ അതിൻ്റെ പൊരുളുകൾ ചർച്ച ചെയ്യുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ഈ ഘട്ടത്തിൽ ചില ചോദ്യങ്ങളാണ് സുപ്രധാനമായി ഉയരുന്നത്. തലസ്ഥാനത്തെ കൊലപാതകം രാഷ്ട്രീയമെന്ന് BJP, പ്രാദേശിക വ്യക്തിവൈരാഗ്യം മാത്രമെന്ന് ആവർത്തിച്ച് CPIM, യാഥാർത്ഥ്യമെന്ന്? കൊലപാതകത്തിന് വാസ്തവവിരുദ്ധമായി രാഷ്ട്രീയം നിറം നൽകുന്നുണ്ടെങ്കിൽ പിന്നിലെ ഗൂഢാലോചന. BJPയെ പിടിച്ചുലച്ച മെഡിക്കൽ കോഴയുടെ ശ്രദ്ധ തിരിക്കാൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നുവെന്ന രാഷ്ട്രീയ വിമർശകരുടെ വാക്കുകളിലെ പൊരുൾ. നേരം പുലരും മുൻപ് പ്രതികളെയെല്ലാം പിടികൂടി അക്രമികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത സർക്കാരിന്റെ ഇച്ഛാശക്തി. അശാന്തി പരത്തുന്ന ഇടപെടലുകളെ അടിച്ചമർത്താൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഇനി ചെയ്യേണ്ടത്. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം ആനാവൂർ നാഗപ്പൻ, CPM ജില്ലാ സെക്രട്ടറി, RS രാജീവ് BJP നേതാവ്, അഡ്വക്കേറ്റ് BRM ഷഫീർ കോൺഗ്രസ് നേതാവ്, സുരേന്ദ്രബാബു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ഹിമവൽ ഭദ്രാനന്ദ സ്വാമി കൂടി തത്സമയം നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരും. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ആനാവൂർ നാഗപ്പൻ, കഴിഞ്ഞ ദിവസമുണ്ടായ കൊലപാതകത്തിന് രാഷ്ട്രീയമായ നിറം നൽകുന്നു ബോധപൂർവം എന്ന് നിങ്ങൾ ആവർത്തിക്കുന്നത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്നും ഇക്കാര്യത്തിൽ കോടിയേരി വിശദീകരണം അറിയിക്കുകയുണ്ടായി പാർട്ടി സെക്രട്ടറി. എന്ത് ബോധ്യം അല്ലെങ്കിൽ ഏത് വസ്തുതകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ നിലപാട് ഇന്നും ആവർത്തിച്ചത്? അദ്ദേഹം ഫോണിലാണ്. ശ്രീ ആനാവൂർ, ശ്രീ ആനാവൂർ കേൾക്കാമെങ്കിൽ ആനാവൂരിലേക്ക് മടങ്ങിയെത്താം. ശ്രീ RS രാജീവ്, അതേ ചോദ്യം ഒരുപക്ഷെ അതേ ദിശയിലുള്ള ഒരു ചോദ്യത്തിലേക്ക് തന്നെ താങ്കളിലേക്കും വരുന്നു. ഇതിനൊരു രാഷ്ട്രീയ നിറം ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നു എന്ന ആരോപണമാണ് CPM-ന്റെ നേതൃത്വം നടത്തിയത്, CPI നേതൃത്വം ഒക്കെ നടത്തുന്നത്. എന്താണ് വസ്തുതകളിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രീ രാജീവ്? CPM-ന്റെ ഏത് നേതൃത്വം എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. ജില്ലാ നേതൃത്വം ശ്രീ ആനാവൂർ നാഗപ്പൻ രാവിലെ പറഞ്ഞത് BJP-ക്കാർ തന്നെയാണ് കൊലയ്ക്ക് പിന്നിൽ നിന്നാണ്. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കോൺഗ്രസ്സുകാരാണെന്ന്. ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു, ഈ കൃത്യത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആൾക്കാരും CPM-ന്റെ പ്രവർത്തകരാണ്. ഇല്ലെന്ന് പറയട്ടെ, തെളിവുകൾ സഹിതം തരാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് ഇതിന് CPM-ഉമായിട്ട് പങ്കുണ്ട്. CPM-കാർ ആലോചിച്ചുറപ്പിച്ച് ഗൂഢാലോചന പ്രകാരം നടത്തിയ ഒരു കൊലപാതകമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവിടെ ശ്രീ രാജീവ്, താങ്കൾ ഈ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് കൂടി അവിടെ ഈ പറയുന്ന വ്യക്തി, ഈ മണിക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആണോ താങ്കൾ അടിവരയിട്ട് കാര്യങ്ങൾ പറയുന്നത്? ആ ബാക്ക്ഗ്രൗണ്ടുകൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയെ എന്തുകൊണ്ട് CPM DYFI പ്രവർത്തകനായിട്ട് ഇപ്പോഴും വച്ചാചരിക്കുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 124 നമ്പർ ബൂത്തിലെ വീട്ടുകാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന ധാർമ്മിക ഉത്തരവാദിത്തമുള്ള വ്യക്തിയായിരുന്നു ഈ മണിക്കുട്ടൻ. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് DYFI CPM-ന്റെ ആചാരപ്രകാരം കരിമ്പുക്കുളം ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള DYFI-യുടെ കൊടിമരത്തിൽ കൊടിയുയർത്തത് മണിക്കുട്ടനാ. അവിടെ ചുവപ്പ് ഹാരം അണിയിച്ച് സഹാക്കൾ അവരെ സ്വീകരിക്കപ്പെട്ടു. ഇല്ലെന്ന് പറയട്ടെ. ശ്രീ ആനാവൂർ, താങ്കൾ കേൾക്കാമെങ്കിൽ ആനാവൂരിലേക്ക് എത്താം. സാങ്കേതിക പിഴവ്. താങ്കൾ കേൾക്കാമോ? ശ്രീ ആനാവൂർ, താങ്കൾ കേൾക്കാമോ? ആനാവൂരിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഹിമവൽ ഭദ്രാനന്ദ, അതായത് താങ്കൾ ഇന്ന് എഴുതിയൊരു പോസ്റ്റാണ് ഒരുപക്ഷെ കൂടുതൽ പ്രസക്തമാകുന്നത്. അതിലേക്ക്
വരുമ്പോൾ, കാരണം ഇത് ബോധപൂർവം BJP RSS പ്രവർത്തകർ നടത്തിയ ഒരു ക്രൂരകൃത്യമാണ്, അല്ലെങ്കിൽ അതിൽ കെട്ടിവെക്കപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റൊരു ആളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ മുകളിലേക്ക് വരുന്നു, ചില ബോധ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ന് താങ്കൾ ഒരുപക്ഷെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, ശ്രീ രാജീവും ആനാവൂരും ഒക്കെ തിരുവനന്തപുരത്തുകാരാണ്, താങ്കളും അവിടെ തന്നെ. അപ്പോൾ ഏതെങ്കിലും എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ ഒരു പോസ്റ്റ് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇട്ടത്? BJPയെ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ കുറേ നാളായി. കേന്ദ്രത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു BJPയുടെ രീതിയല്ല കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് ഒരു വിവാദം വരുന്ന സമയത്ത് നേതാക്കൾക്ക് തടിയൂരാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ കണ്ടെത്തുന്ന ഇത്തരം ഇത് ജനങ്ങൾക്ക് നല്ലപോലെ അറിയുന്നതാണ്. ഇപ്പോൾ BJPക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു സൂപ്പർ ലോട്ടോ കിട്ടിയതുപോലെയാണ് ഈ ഒരു മരണത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഉത്തരം മുട്ടി നിൽക്കുന്ന അവസ്ഥ. ഇപ്പം MT രമേശിൻ്റെ ഒരു പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ പോലും പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ കിടന്ന് വെള്ളം കുടിക്കുന്ന കാണാൻ കഴിയുന്നു. അപ്പോൾ BJPയെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ഞാൻ. ഇതിൽ BJPയുടെ തന്ത്രങ്ങളും BJPയുടെ കറുത്ത കൈകളും ഉണ്ടെന്ന് തന്നെയാണ് നാട്ടുകാരെ പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നത്. കാരണം എനിക്കല്ലാതെ ഒരു ഹോളി ഇമേജ് എനിക്ക് ഇവിടുത്തെ കാലസായിട്ടുള്ള BJPയിലുള്ള നിലവിലെ ഈ സംസ്ഥാനത്തെ നേതാക്കൾക്ക് എനിക്ക് ഒരു നല്ലൊരു ഇമേജ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതേസമയത്ത് ആണികൾ പല രീതിയിലും ഇവരുടെ കപട നയങ്ങളിലും കപട മുഖത്തിലും അവർ വീണു പോവുകയാണെന്ന് എനിക്ക് ഇതിനോട് ഒപ്പം പറയാനുള്ളത്. യെസ്, തീർച്ചയായും. ആനാവൂരിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ആനാവൂർ, താങ്കൾ കേൾക്കാമെങ്കിൽ, അതായത് RS രാജീവ് ഉയർത്തിയത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. കാരണം ഇതിൽ വ്യക്തമായും ഈ പറയുന്ന മണിക്കുട്ടന് CPM പശ്ചാത്തലമുണ്ട്. അത് അദ്ദേഹം എണ്ണി പറയുന്നു. അല്ലാതെ രാഷ്ട്രീയ നിറം നിങ്ങൾ BJP നൽകുന്നു എന്നതിന് യാതൊരു വസ്തുതകളുടെയും പിൻബലത്തിലല്ല നിങ്ങൾ ആരോപിക്കുന്നത് എന്നാണ് RS രാജീവ് BJPയുടെ പ്രതിനിധി പറയുന്നത്. ആനാവൂർ കേൾക്കാമെങ്കിൽ. നിങ്ങൾ നോക്കൂ, ഈ മണിക്കുട്ടൻ ഒരു മാർക്സിസ്റ്റ് പശ്ചാത്തലവുമില്ലാത്ത ഈ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണ്. വെറുതെ അദ്ദേഹത്തെ ഈ സംഭവമായി ഇങ്ങനൊരു ആക്ഷേപം പാർട്ടിക്ക് മേൽ കെട്ടിവെക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുകയാണ്. ഈ മണിക്കുട്ടൻ നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു, കോൺഗ്രസിൻ്റെ അനുഭാവിയായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇയാൾ നേരത്തെ ഞങ്ങളുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വീട് ബാമ്പെറിഞ്ഞ കേസിൽ പ്രതിയായിരുന്ന ആളാണ്. യഥാർത്ഥത്തിൽ ആ കോളനി പ്രദേശത്ത് CPMഉം BJPയും തമ്മിൽ യാതൊരു വിധമായ സംഘർഷങ്ങളും കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. അവിടെ അത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് അവിടെ 2 വീട്ടുകാർ തമ്മിൽ തർക്കങ്ങളുണ്ടായി. ആ 2 വീട്ടുകാർ തമ്മിൽ തർക്കങ്ങളുണ്ടാവുകയും അത് വഴക്കിൽ കലാശിക്കുകയും ചെയ്തു. അതിൽ ഒരാളിന് വെട്ടേറ്റു. ഈ വെട്ടേറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീകാര്യം പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ 2 കേസിൽ ഒരു കേസും കൗണ്ടറുമായി ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഉപയോഗിച്ചാണ് ആ കേസെടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരു കേസിൽ ഈ മണിക്കുട്ടൻ പ്രതിയാണ്. അങ്ങനെയുള്ള സംഘർഷം അവിടെ നേരത്തെ വ്യക്തിപരമായി ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കൊലപാതകം അവിടെ നടത്തിയത് എന്നത് സത്യമാണ്. മണിക്കൂറുകൾക്കകത്ത് തന്നെ ബന്ധപ്പെട്ട പ്രതികളെ ഒട്ടുമിക്ക ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. വളരെ വ്യക്തമാണ് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിനും അവിടുത്തെ നാട്ടുകാർക്കും ഈ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവാനിടയില്ല. ശ്രീ രാജീവ്, അങ്ങനെയെങ്കിൽ ഈ ചെറു പ്രാദേശിക വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണോ നിങ്ങൾ? സംസ്ഥാന തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണോ? അത് സ്വാഭാവികമായി അവിടുത്തെ ഉണ്ടായ ഒരു സംഘർഷത്തെ, പ്രാദേശിക സംഘർഷത്തെ താങ്കൾ അടയാളപ്പെടുത്തുന്നില്ല, ഓർമ്മിപ്പിക്കുന്നില്ല. അടയാളപ്പെടുത്തുന്ന കാര്യമല്ലോ. പോലീസ് സ്റ്റേഷനിൽ 2 പേര് തമ്മിൽ കേസുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് ഞാൻ ഒരിക്കലും എതിർക്കുന്നില്ല. ആ മണിക്കൂട്ടനെ ആ കേസിൽ നിന്നും സംരക്ഷിക്കാൻ വന്നത് ആര്? പറയട്ടെ. ചെറുവക്കൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഗിരീഷ് ലാലാണ്. കഴിഞ്ഞ 1 മാസക്കാലം കൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നു, SI-മാറ്റ് ധാരണ ഉണ്ടാക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിക്കുന്ന ആരാ? CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗിരീഷ് ലാൽ അല്ലേ? അല്ലെന്ന് പറയാക്കോ? ഇനി ഈ രാജേഷ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത വ്യക്തിയല്ലേ ഗിരീഷ്? രാജേഷ് പിന്നെ ഒന്ന് അല്ല, തീരണ്ട, ബാക്കി കാര്യങ്ങൾ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ രാകേഷിനെ കൊന്ന സഹാവിന്റെ തന്നെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയ പ്രതികൾ മഹേഷ്, മേഖലാ സെക്രട്ടറി DYFIയുടെ, എങ്ങനെ ശ്രീകാര്യത്തൊന്ന് കൊന്നു? ഞാൻ ശ്രീ ആനാവൂർ ഖണ്ഡിച്ചോളൂ, പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഈ സംഭവം ഉണ്ടായത് 7-ാം തീയതിയാണ്.
7-ാം തീയതിയാണ് 7/7/2017 ഈ സംഭവം ശ്രീകാര്യം പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിലൊരു കേസിൽ ഇയാൾ മണിക്കുട്ടൻ പ്രതിയാണ്, മറ്റൊരു കേസിൽ രാജേഷ് പ്രതിയാണ്. ക്രൈം നമ്പർ അതുപോലെ 797/17 ഇതിൽ ഈ വിഷയത്തിൽ ആ പ്രതി പട്ടികയിൽ 797/17 പട്ടികയിൽ രാജേഷ് പ്രതിയായി കിടപ്പുണ്ട്. അദ്ദേഹം ഇതിൽ ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ 2 കേസിൽപ്പെട്ട ആരെയും ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. 2 കേസും അവിടെ ഈ പ്രതിപട്ടികയിൽ കിടപ്പുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPM-മായി യാതൊരു ബന്ധവുമില്ല. രക്ഷിക്കാൻ വേണ്ടി നേരത്തെ തന്നെ രാജശേഖരൻ സൂചിപ്പിച്ചത് ഇയാൾ 124-ാം നമ്പർ ബൂത്തിലെ LDF-ന്റെ ഇന്നേജൻ്റായിരുന്നു എന്നാണ്. അത് തെറ്റാണ്. മണിക്കുട്ടന് ഈ CPM-മായി ബന്ധമില്ല. ഹസൻ പറഞ്ഞതാവട്ടെ ഇദ്ദേഹം 144-ാം നമ്പർ ബൂത്തിലെ കൺവീനറായിരുന്നു എന്നാണ് LDF-ന്റെ. കഴിഞ്ഞ തവണ 139 ബൂത്ത് മാത്രമേ ആ മണ്ഡലത്തിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് 144-ാം നമ്പർ ബൂത്തിൻ്റെ കൺവീനറാവുക എന്ന് ഹസന് മാത്രമേ അറിയാവൂ. ഇതൊക്കെ CPM-ന് നേരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP ശ്രമിച്ചതാണ് വിഷയം. ഇവിടെ BJP-ക്കെതിരായി ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും വിശേഷിച്ച തിരുവനന്തപുരം ജില്ലയിൽ താങ്കൾ ഒരു പക്ഷേ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് ഏതർത്ഥത്തിലാണ്? ഇവിടെ രാഷ്ട്രീയമായ ഒരു പക്ഷേ ഇതിനൊരു പശ്ചാത്തലം അല്ലെങ്കിൽ ഇതിനൊരു ഗതി കൊടുക്കുന്നുണ്ടോ എന്ന ഒരു സംശയം സ്വാഭാവികമായി വരുന്നു. പക്ഷേ പ്രാദേശികമായ ഒരു വിഷയമാണ്. അവിടെ പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴികളടക്കം ഇനി പിടിയിലായവരൊക്കെ തന്നെ അവരുടെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇടപെടൽ നടക്കുന്നുണ്ടോ ശ്രീ ഭാസുരേന്ദ്ര ബാബു? അല്ല, BJP അതുമാതിരി തന്നെ CPM ഈ 2 പ്രസ്ഥാനങ്ങൾ 2 വശത്ത് നിന്ന് ഹിംസാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇരു പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകർ ഇതുമായി ബന്ധിപ്പിച്ച് ജയിലിൽ കിടക്കുന്നുമുണ്ട്. അപ്പോൾ ആക്ഷേപമല്ല, ഒരു വിഭാഗത്തിൻ്റെ ആക്ഷേപമല്ല, കോടതികൾ തന്നെ അതേ സംബന്ധിച്ച് നിർണയങ്ങൾ നടത്തിയിട്ടുമുണ്ട് പ്രജീഷ്. അതുകൊണ്ട് അതൊരു തർക്ക വിഷയമല്ല. മറിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രധാനമായി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഹിംസകളുടെ ഒരു അധ്യായം മാത്രമാണ് ഈ രാജേഷിൻ്റെ കൊലപാതകം, അല്ലേ? അത് തുടർന്നുള്ള സംഭവഗതികൾ നമുക്ക് മൊത്തം ഈ സംഭവങ്ങളെ കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കാരണം അങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 3 ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് സഹായിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഹിമവൽ ഭദ്രാനന്ദ അതേ സംബന്ധിച്ച് പറഞ്ഞു. എനിക്കതേക്കുറിച്ച് വ്യക്തമായ ധാരണയിൽ അദ്ദേഹത്തിനുണ്ടാകാം. പക്ഷേ ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ ഈ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന അക്രമവുമായി ബന്ധിച്ച സംഭവഗതികളില്ലായിരുന്നുവെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇന്നടക്കം നാം സംസാരിക്കുമായിരുന്ന വിഷയമേത്? അത് രാജ്യവും ആലോചിക്കണം. വിഷയം അഴിമതി തന്നെയാകുമായിരുന്നു. ഇന്നലെ നമുക്കറിയാം, ഇന്നലെയും ഇന്നുമൊക്കെ പത്രങ്ങളിൽ വരുന്നത് എന്താണ്? അഴിമതിയുമായി ബന്ധിപ്പിച്ച് വിനോദ് എന്നയാളിൻ്റെ മൊഴികളാണ് പത്രങ്ങളിൽ വരുന്നത്. ആ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം, സമാനമായ പ്രാധാന്യം ലഭിക്കുമായിരുന്നു പ്രജീഷ്. ഈ കഴിഞ്ഞ 3 ദിവസം പത്രങ്ങളിൽ പ്രമുഖമായി വരേണ്ട വാർത്തയ്ക്ക് പകരം ഇത്തരം വാർത്തകൾ വന്നതുവഴി ഏത് പ്രസ്ഥാനത്തെ അത് സഹായിച്ചതെന്ന് നോക്കിയാൽ അതിൻ്റെ യുക്തി മനസ്സിലാകും. അത് BJP-യാണ് സഹായിച്ചത്. കാരണം യാതൊരുവിധ വിശദീകരണങ്ങൾക്കും സാധ്യമല്ലാത്ത വണ്ണം BJP-യുടെ സംസ്ഥാന ഘടകം അവരുടെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണ്ണിൽ കരടായി, കേരളത്തിൻ്റെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കണ്ണിൽ കരടായി. ഈ ഒരുപക്ഷെ അത് RS രാജീവിന് കൃത്യമായും അതിൽ മറുപടി കാണും. ഞാൻ അതിൽ താങ്കളിലേക്ക് വരും മുമ്പ് താങ്കൾ തന്നെ നോട്ട് ചെയ്യണം. കാരണം കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ തന്ത്രപരമായി പ്രവർത്തകരുടെ ഒക്കെ തന്നെ വികാരത്തെ ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ ആളിക്കത്തിക്കുക, അതിലേക്ക് എടുത്തൊരു നിലപാടാണോ ശ്രീ BRM ഷഫീർ? അവിടെ MM ഹസൻ നിങ്ങളുടെ നേതാവ് പറഞ്ഞൊരു കാര്യം അതേ ഒരു ദിശയിലുള്ള ഒരു കാര്യമാണ്. കാര്യങ്ങൾ അതായത് ഒരു സംഭവത്തെ ഗതി മാറ്റി വിടുക, അതിലേക്കാണ് BJP അല്ലെങ്കിൽ RSSന്റെ അക്രമത്തെ കാണുന്നത്. ഒപ്പം CPM-നെയും അവിടെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥ വസ്തുത എന്താണ് നിങ്ങൾ കോൺഗ്രസ് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ? ഇതിൽ ഒന്നേ കാര്യം പറയാനുള്ളൂ, കട്ടവനെ കിട്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്നുള്ള സമീപനം ബഹുമാനായ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എടുക്കരുത്.
ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ, 5 കൊല്ലമായി UDFന്റെ സർക്കാരിൻ്റെ കാലത്തുണ്ടാവാതിരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, പാർട്ടി ഗ്രാമങ്ങൾ, സ്ഫോടനങ്ങൾ, ജയിലുകളിൽ പ്രക്ഷോഭങ്ങൾ, തലവെട്ട് രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം തിരിച്ചു വന്നിരിക്കുന്നു. പണ്ടൊക്കെ പറയുമായിരുന്നു കണ്ണൂരാണ് അശാന്തി എന്ന് പറയുമായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ കണ്ണൂരിൽ തിരുവനന്തപുരത്തെ പോലെ ശാന്തമായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം കണ്ണൂർ പോലെ അശാന്തമായിരിക്കുകയാണ്. 2 കൂട്ടർക്ക് പങ്കാളിത്തമുണ്ട്. ഇത് 2 ഗവൺമെൻറ്റുകളുടെ സ്പോൺസേഡ് അക്രമമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ നേരത്തെ ഫാസിലേന്ദ്ര സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം ഇതിനകത്ത് ഗുണഭോക്താവായി വന്നത് BJP-യാണ്. ഇന്നിപ്പോൾ BJP-യുടെ ബഹുമാനായ ശ്രീമാൻ കുമ്മനം രാജശേഖരൻ്റെ സന്തത സഹചാരിയും അദ്ദേഹത്തിൻ്റെ കാറിൽ എല്ലാ ദിവസവും കാണുന്ന ശ്രീ രാകേഷ് ശിവരാമനെ ചർച്ച ചെയ്യുന്ന വേദിയിൽ ഡൈവേർട്ട് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവൻ, അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അഴിമതി കേസിൽ പ്രതിയായി പുറത്തു നിർത്തപ്പെട്ട ശ്രീ RS വിനോദിനെ പോലുള്ള ആളുകൾ കുമ്മനം മുൻകൈയെടുത്ത് തിരികെ കൊണ്ടുവരുമ്പോൾ ഞാൻ താങ്ക്സ് പറഞ്ഞുകൊണ്ട് FB-യിൽ പോസ്റ്റ് ഇട്ടു. RS വിനോദ് പ്രതിപ്പട്ടികയിൽ നിൽക്കുകയാണ്. വ്യോമസേനയിലെ മുൻ ഉദ്യോഗസ്ഥനായിരിക്കുകയും പിന്നീട് ഡൽഹിയിലെ PRO ആരുടെ കുമ്മനത്തിൻ്റെ 2 മാസക്കാലം തിരുവനന്തപുരത്തെ PRO, അഖിലേന്ത്യാ തലത്തിൽ PRO ആയി പ്രവർത്തിക്കുകയും കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന BJP നേതാവിന്റെ ലെറ്റർ പേഡ് ചുരുക്കി പറഞ്ഞാൽ ശ്രീ ഷഫീർ, അതായത് വാർത്ത ചർച്ച ചെയ്യപ്പെടേണ്ട വാർത്ത അപ്രസക്തമായിരിക്കുന്നു. അതാണ്. ഉച്ചയുടെ ബഹുമാനായ അദ്ദേഹം പറഞ്ഞ ഒരു തെറ്റുണ്ട്. എന്താണെന്നറിയോ, ഞങ്ങളുടെ KPC പ്രസിഡന്റ് വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ആരോപണം ഉന്നയിച്ചത്. ഇതിനകത്ത് ശ്രീ കഴക്കൂട്ടത്ത് 130-ൽ പരം താഴെ ബൂത്തുകളേ ഉള്ളൂ. ശരിയാണ്, ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ ആരോപിച്ചത് 124-ാം നമ്പർ ബൂത്തിനെ കുറിച്ചാണ്. 124-ാം നമ്പർ ബൂത്ത് എന്ന് പറയുന്നത് എടവക്കോട് ബൂത്താണ്. എടവക്കോട് ബൂത്തിൽ അദ്ദേഹം CPO-വുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞു. അദ്ദേഹം മറുപടി പറയും. എന്തായാലും ഷഫീറും സമ്മതിക്കുന്നു. അതായത് പ്രാദേശിക വിഷയത്തിന് വല്ലാത്തൊരു മാനം നൽകിയിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നുണ്ട്. BJP-ക്ക് കൃത്യമായി ഇന്ന് തന്നെ ഗവർണർ ഇടപെടൽ നിങ്ങൾ കണ്ടോ? ഗവർണർ ഇടപെടുന്നു, രാജ്നാഥ് സിംഗിന്റെ വിഷയങ്ങൾ വരുന്നു. കൃത്യമായിരുന്നു. യഥാർത്ഥത്തിൽ CPM ഇതിനകത്ത് വെട്ടില്ല. ഇതെന്നറിയോ, RSSന്റെ അഴിമതി കേസുകൾ 6 മാസക്കാലം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് ഇവിടെ വല്ലാത്ത കൊല നടക്കുകയാണ്, രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകണം, തിരുവനന്തപുരത്ത് ക്രമസമാധാന നില തെറ്റി എന്ന് BJP-ക്ക് മുകളിൽ പറയാനും ഗവർണറെ ഇടപെടുത്തിക്കാനുമുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് BJP. CPM കൂടെ കൊണ്ട് തലവെച്ചു എന്നുള്ളതാണ്. ശ്രീ ഹിമൽ ഭദ്രാൻ, അതായത് ഈ രീതിയിലുള്ള ഇന്നിപ്പോൾ ഒരു പക്ഷേ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത് മെഡിക്കൽ കോഴ വിവാദമായിരുന്നു. അതിൻ്റെ അനുരണനങ്ങൾ ഇങ്ങനെ ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ് സ്വാഭാവികമായും ഇന്ന് കേരളത്തിൽ ഹർത്താൽ വരുന്നു, ചർച്ചകൾ ഇങ്ങനെ ഒരു ബോധപൂർവമായ ഇടപെടൽ വ്യക്തമായും ഉണ്ടായിട്ടുണ്ട് എന്ന് പൊതുജനം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ BJP-യുടെ ആൾക്കാരെ ഒന്നടങ്കം നമ്മൾ കുറ്റം പറയരുത്. ഈ അടുത്തിരിക്കുന്ന ഈ നേതാവ്, ഇദ്ദേഹം വളരെ നല്ലൊരു പ്രവർത്തനം ഈ തിരുവനന്തപുരത്ത് കാഴ്ചവെക്കുന്ന നേതാവായിട്ട് തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. എന്നാൽ V. മുരളീധരൻ, K. സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഈ ബെൽറ്റ്, ഇതിനകത്തൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഇതിനു മുമ്പേ ഞാൻ സൂചനകൾ നടത്തി. കുമ്മനം രാജശേഖരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ പ്രസ്ഥാനത്തെ ഇവർ കുളം കോരും, ഈ ഇത്രയും വിശ്വാസികൾ ഇവർ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ഈ കുമ്മനം ഒരു രീതിയിലുള്ള ആക്ഷനും എടുത്തില്ല. അതായത് അധർമ്മിയെ സംരക്ഷിക്കുന്നതും ഈ ക്രിമിനലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഈ ക്രൈമിന് തുല്യത ഇത് തന്നെയാണെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കുമ്മനം ഈ മൗനമായിട്ട് എല്ലാവർക്കും എല്ലാ സാങ്ഷനും കൊടുത്തുകൊണ്ടിരുന്നു. ഇത് ഇപ്പോൾ പുറത്തേക്ക് വരേണ്ടിയിരുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ BJP-യുടെ പാരലായിട്ട് തന്നെ ഒരു ഓഫീസ് V. മുരളീധരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമിത്ഷാജിക്കും മോദിജിക്കും വളരെ ശക്തമായ റിപ്പോർട്ട് ഇവർക്ക് എതിരായിട്ടുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ വഴിയും എൻ്റെ സുഹൃത്തുക്കൾ വഴിയും അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ആശയങ്ങൾക്ക് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഇവരുടെ പ്രവൃത്തി. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കോഴ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഷാജി എന്ന് പറയുന്ന അദ്ദേഹം പണ്ട് 100 രൂപ കൊടുത്ത് SNDP-യിൽ മെമ്പർഷിപ്പ് എടുത്തതാണ്. ഹിമോൽ, അതായത് എന്തായാലും നമ്മൾ ചർച്ച നമുക്ക് ഇന്നത്തെ ഈ വിഷയമാണ് ആസ്പദമാക്കിയാണ്. അതിൽ എന്തായാലും ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു വഴിതിരിച്ച് വിടൽ, ഇടപെടൽ ഈ പ്രാദേശിക വിഷയത്തെ സംസ്ഥാന ഒരു വിഷയമായി അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ മറക്കുകയാണ് ലക്ഷ്യമെന്ന ഒരു ചിന്തയിലേക്ക് താങ്കൾക്കും പോകേണ്ടി വരുന്നു. 100% അതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇതിപ്പം കറക്റ്റായിട്ട് ജനങ്ങൾ ഈ ഒരു സംഭവം BJP-യുടെ അഴിമതിയെ തുടച്ചു നീക്കണമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചർച്ച വരികയായിരുന്നു. ഈ അവസ്ഥയിൽ നിന്നും ഇങ്ങനെ ഒരു ഡൈവേർഷൻ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാവരും ഒരുപാട് കാര്യങ്ങൾക്ക് സമാധാനം പറയും. അതുകൊണ്ട് ഈ കുറേ പേരെ കൊന്നതുകൊണ്ടോ ഇവിടെ ഇപ്പം മാധ്യമ പ്രവർത്തകർ ഇവർ ആക്രമിച്ചു, ഇതൊക്കെ എന്ത് നീതിയാ?
അതുപോലെ ഉറങ്ങിക്കിടക്കുന്ന വ്യക്തികൾ രാവിലെ 10 മണി രാത്രി 11 മണിക്കാണ് ഇത് ഹർത്താൽ ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു. അതായത് ഒപ്പം നിൽക്കുന്നവരെ സംരക്ഷിച്ചിട്ട് വേണം നേതാവാൻ, അല്ലാതെ ഒപ്പം നിൽക്കുന്നവരെ കൊന്നിട്ടും ഒറ്റുകൊടുത്തിട്ടല്ല. BJP എത്ര പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ടെന്നറിയോ? എത്ര പേര് ഒപ്പം നിന്നവരെ, എത്ര സ്വയംസേവകരെ. ഞാനൊരു പണ്ട് തൊട്ടുള്ള ഒരു സ്വയംസേവനാണ്, പക്ഷെ ഞാൻ ഈ നിക്കർ വിട്ട് ഇവരുടെ കൂടെ നടക്കാറില്ല. എൻ്റെ ഉള്ളിലാണ് എൻ്റെ ശാഖ നടക്കുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്ന അക്രമം, പണ്ട് നമ്മൾ ശാഖ നടത്തുമ്പോൾ അതിനകത്ത് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ ആ കുട്ടികളെ പിടിച്ച് പഠിപ്പിക്കാനുള്ള സാറുമാർ വരുമായിരുന്നു, മന്ത്രങ്ങൾ പഠിപ്പിക്കുമായിരുന്നു, യോഗ പഠിപ്പിക്കുമായിരുന്നു, ജീവിത ചര്യ തന്നെ നേരെയാക്കുന്ന കാര്യം ചെയ്യുമായിരുന്നു. ഇന്നെന്താണ്? വൈകിട്ട് ശാഖയായി കഴിഞ്ഞാൽ ബിവറേജിൽ പോവുക. ഞാൻ കുമ്മനത്തിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, പെങ്ങളെ എന്ന് പറഞ്ഞ് 4 വട്ടം വിളിച്ചിട്ട് 5ാമത് ഒക്കത്തൊരു കൊച്ചിനെ ഇരുത്തിക്കൊണ്ട് പോണ സംഘികളെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. ശ്രീ രാജീവ് മടങ്ങിയെത്താം. ശ്രീ ആനാവൂർ നാഗപ്പൻ, അതായത് ഈ BJP-ക്കാർ യഥാർത്ഥ വസ്തുതകളെ മറച്ചു പിടിച്ചുകൊണ്ട് ഇതിനൊരു ദേശീയ മുഖം നൽകുന്നു. ഒരു പ്രാദേശികമായി അവസാനിക്കേണ്ട അല്ലെങ്കിൽ ചില അവിടുത്തെ സംഭവങ്ങളെ വക്രീകരിച്ചുകൊണ്ട് ഒരു വലിയൊരു രാഷ്ട്രീയ മാനം ഉണ്ടാക്കിയെടുക്കുന്നു. ഇവിടെ നേരത്തെ രാജീവ് ഉന്നയിച്ച കാര്യങ്ങൾ, ഒപ്പം തന്നെ ശ്രീ BRM ഷഫീർ ഉന്നയിച്ച കാര്യങ്ങൾ, ഈ 2 വിഷയങ്ങൾക്ക് മറുപടി. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ മണിക്കുട്ടൻ LDF-ന്റെ കൺവീനറായിരുന്നു എന്ന ആരോപണം തികച്ചും അവാസ്തവമായ ഒന്നാണ്. 124 നമ്പർ ബൂത്തിലെന്നല്ല, ഒരു ബൂത്തിലും അദ്ദേഹം LDF-ന്റെ ഒരുവിധ ഏജൻറ്റോ പ്രവർത്തകനോ ആയിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം മുമ്പ് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് സുപരിചിതമായ ഒന്നാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 124 നമ്പർ ബൂത്തിലെ സെക്രട്ടറി K രാജീവൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടി സഖാവാണ്. ഇതൊക്കെ വസ്തുതകളാണ്. ഇവിടെ ഉണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ച് BJP തികഞ്ഞ ഒരു പ്രതിക്കൂട്ടിൽ പോയി എത്തിയിരിക്കുകയാണ്. അഴിമതി ആക്ഷേപം BJP-യെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. മെഡിക്കൽ കോഴ മാത്രമല്ല, തിരുവനന്തപുരത്തെ ജില്ലാ നേതൃത്വം അങ്ങേയറ്റം അഴിമതിയിൽ മുങ്ങിയതാണ് എന്ന് ഇതിനകം വ്യക്തമായിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് 5 കോടിയോളം രൂപയുടെ കോർപ്പറേഷൻ നഷ്ടം വരുത്തിയ അഴിമതി, ഇവിടെ അപ്പീൽക്കാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് ഞങ്ങൾ മുമ്പ് ചൂണ്ടിക്കാട്ടിയതാണ്. അതേ സംബന്ധിച്ച് വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ BJP നേതൃത്വത്തിൻ്റെ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒത്താശയോടും അറിവോടും അനുവാദത്തോടും കൂടെയാണ് ഇത്തരമൊരു കോഴ നടത്തിയത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. 5 കോടിയോളം രൂപയുടെ ഒരു അഴിമതി ഒരു കോർപ്പറേഷൻ കൗൺസിലർ മാത്രമായി നടത്താൻ ഒരു കേഡർ പാർട്ടിയായി BJP-ക്കകത്താവില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. ജില്ലാ നേതൃത്വത്തിന് നല്ല പങ്കുണ്ട്. അതിന്മേൽ കോടികൾ വാങ്ങിയിട്ടുണ്ട്, കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നു വന്നു. ആക്രമിച്ച ഒരു വ്യക്തി, CPM-ന് നേരെ തന്നെ ആക്രമണം അയച്ചുവിട്ട മണിക്കുട്ടൻ, ഇതൊക്കെ ഇത്തരം ബോധ്യങ്ങളുടെ ഒക്കെ നിലനിൽക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഇരുട്ടിന്റെ അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ മുകളിലേക്ക് കാര്യങ്ങൾ, അവർക്കും ബോധ്യമുണ്ടല്ലോ, തലസ്ഥാന ജനങ്ങൾക്കെല്ലാം ബോധ്യമുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ കാര്യങ്ങളെ എന്തുകൊണ്ട് വഴിതിരിച്ചു വിടുന്നു? അവസരം തരണം. കാരണം നിങ്ങൾ 4 പേര് ഇരുത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് സംസാരിക്കണം. സ്പോൺസേഡ് പരിപാടി ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബോധത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്, ബോധ്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഈ മണിക്കൂട്ടനെ എടുത്തത് എന്തുകൊണ്ടാണെന്നും, ഇത്രയും സാജുവിനെ അടിക്കപ്പെട്ടു, സാജുവിന്റെ വീട്ടിൽ അടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. സാജുവിന്റെ വീട്ടിൽ ബോംബ് എറിഞ്ഞ കേസിലെ പ്രതിയാ. ആ പ്രതിയെ എങ്ങനെയാണ് CPM സ്വീകരിച്ചതെന്ന് പറയണം. ഞാനല്ല പറയേണ്ടത്. ഞാൻ പറയുന്നു മെമ്പറാണ്, പാർട്ടി പ്രവർത്തകനാണ്, ആ നാട്ടുകാർ മുഴുവൻ പറയും. അത് ആനാവൂർ നാഗപ്പൻ പറയണമെന്ന് എനിക്കില്ല. ജില്ലാ സെക്രട്ടറിയാണ് സെക്രട്ടറി പടക്കുന്ന വ്യക്തി എന്തിനെടുത്തു? ഒന്ന് ചർച്ച വഴി മാറ്റി വിടല്ലേ. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ രാത്രി സ്വന്തം വീട്ടിലേക്ക് ആഹാരം കൊണ്ടുപോകുമ്പോൾ ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ഒരു കൂട്ടം CPM-കാർ കൊന്നതിനെ കുറിച്ചാണ് ചർച്ച. മേഖലാ സെക്രട്ടറി മഹേഷ് എന്നെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുമ്പോ ഞാൻ പറയണല്ലോ, സെക്രട്ടറി പറഞ്ഞ് ഞാൻ കേട്ടു. മണിക്കൂട്ടൻ DYFI-കാരന് ഞാൻ ആരോപിക്കുന്നു. തിരുത്തേണ്ട ബാധ്യതയും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഇനി ഞാൻ പറയട്ടെ, മഹേഷ് പിടിക്കപ്പെട്ട മറ്റൊരു പ്രതി DYFI-യുടെ കള്ളിക്കാട് മേഖലാ സെക്രട്ടറിയാണ്, അല്ലെന്ന് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് ഗിരീഷ്, കള്ളിക്കാട് യൂണിറ്റ് കമ്മിറ്റി അംഗം,
പിടിക്കപ്പെട്ട എല്ലാവരും CAT തൊഴിലാളി, ചെക്കാലമുക്കിലെ CAT തൊഴിലാളിയായിട്ടുള്ള വിജിത്ത്, ഇതൊന്നും പാർട്ടിക്കാരല്ലെന്ന് പറയട്ടെ. ആനാവൂരിന് വ്യക്തമായ മറുപടി ഉണ്ട്. ശ്രീ ആനാവൂർ പറഞ്ഞോളൂ. ഈ പറയുന്ന ആള് കള്ളിക്കാട് മേഖലാ സെക്രട്ടറിയാണെന്ന് ഇപ്പോൾ BJP പറഞ്ഞാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് പിടിക്കപ്പെട്ടതിൽ DYFIന്റെ ഭാരവാഹിയാണെങ്കിൽ തീർച്ചയായും RSSനെ പോലെയല്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നതാണ്. ഇതിൽ പിടിക്കപ്പെട്ടതിൽ പല ആളുകളും, പിടിക്കപ്പെട്ട ഒരാൾ പ്രമോദ്, കസ്റ്റഡിയിലുള്ള പ്രമോദിന്റെ അച്ഛൻ BMSകാരനാണ്. ഇപ്പോഴും നിഷേധിക്കാൻ അദ്ദേഹത്തിനാവുമോ? ഇല്ല, നിഷേധിക്കുന്നില്ല. ആ പയ്യന്റെ പ്രമോദിന്റെ അച്ഛൻ പ്രേമന്റെ മകനാണ്, BMSകാരനായ പ്രേമന്റെ മകനാണ്. ഇതിനകത്ത് വേറെ യാതൊരുവിധമായ രാഷ്ട്രീയമുള്ളതല്ല. രാഷ്ട്രീയമില്ലാത്തൊരു വിഷയത്തെ രാഷ്ട്രീയമാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഞാൻ പ്രതിരോധിക്കാൻ, ആ വിഷയം ഇല്ലാതാക്കാൻ, അത് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാൻ ഇത്തരം ഉന്നയിക്കുകയാണ്. ആക്ഷേപമല്ലല്ലോ, വസ്തുതയാണ്, വസ്തുത. ഈ വ്യക്തികളെല്ലാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോക്കാം. ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീ രാജീവ് ഒരു ജില്ലാ സെക്രട്ടറി, അദ്ദേഹം ജനങ്ങളുടെ മുന്നിലേക്ക് ഫെസ്റ്റിവൽ നടത്തിയ വ്യക്തിയാണ്, മനുഷ്യ ചങ്ങല പിടിച്ച വ്യക്തിയാണ്. പാറശാല കള്ളിക്കാട് ഭാഗത്ത് ഫോട്ടോ തരാം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പക്ഷേ വാസുദേവ ബാബു, പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും തന്നെയല്ല ഇതിലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. അത് സ്വാഭാവികമായും അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ഈ BJP നേതാക്കൾക്കടക്കം ഒരു പക്ഷേ ഇത് ഇങ്ങനെ ഒരു സെൻസിറ്റീവ് വിഷയത്തിൽ ഇടപെടാം വ്യതിചലിച്ചു പോയാൽ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെയൊക്കെ വാക്കുകൾ, ഈ പറയുന്ന പിടിയിലായവരുടെ മൊഴി, ഇതൊക്കെ നിൽക്കുമ്പോൾ താങ്കൾക്കും തോന്നുന്നുണ്ടോ ഒരു വക്രീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്? BJPക്ക് മുഖം രക്ഷിക്കുക, തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ അഴിമതിയിലേക്ക് മുങ്ങുന്നു, ഒരുപക്ഷെ തലസ്ഥാന നഗരിയിലെ പിടിവള്ളി പോലും ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും പ്രവർത്തകർക്കേറ്റ മുറിവിനെ അത് ഉണക്കുക, അതിനുവേണ്ടി ഇട്ടുകൊടുത്ത ഒരു പിടിവള്ളി എന്ന തലത്തിലേക്ക് ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലീസ് ഈ കാര്യത്തിനകത്ത് രണ്ട് സാധ്യതകളും പറയുന്നുണ്ട്. ആ രണ്ട് സാധ്യതകൾ കൃത്യമായി ഏതാണ് സാധ്യത എന്ന കാര്യം പോലീസ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ അഡ്വക്കേറ്റ് RS രാജീവ് പറയുണ്ടായി, അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണ്, കാര്യങ്ങളുടെ ഒരു ക്രിമിനൽ കേസിൻ്റെ സ്വഭാവമൊക്കെ അറിയുന്നയാളാണ്. അദ്ദേഹം പറയുണ്ടായി, ഈ മരിച്ചുപോയ രാജേഷ്, കൊല്ലപ്പെട്ട രാജേഷിന് ഒരു കേസും ഉണ്ടായിരുന്നില്ല. ശ്രീ ആനാവൂർ നാഗപ്പൻ കൃത്യമായും അയാൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസിൻ്റെ നമ്പരും പോലീസ് സ്റ്റേഷൻ ഏതാണെന്നും ഒക്കെ, അതും 8/7 ആ ദിവസം ജൂലൈ മാസം 8-ാം തീയതി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ഇരുകൂട്ടരും, മണിക്കുട്ടനും അതുപോലെ തന്നെ രാജേഷും പ്രതികളായി വരുന്ന കേസിനകത്ത് അതിന് തൊട്ട് 2 ദിവസം കഴിയുമ്പോഴാണ് ഈ സംഭവഗതികൾ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ തമ്മിൽ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട്, ഇവരുടെ ഇടയ്ക്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, ശത്രുതയുണ്ട് എന്ന് സ്ഥാപിക്കപ്പെടുന്നൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, കൊല്ലാനല്ല വെട്ടിയിരുന്നത് എന്നുകൂടി മണിക്കുട്ടൻ പോലീസിനോട് പറഞ്ഞതായി പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്നു, ചത്തുപോയതാണ് എന്ന്. നാം പറയേണ്ടത് ആരുടെ മരണവും ദാരുണവും തന്നെയാണ്. കാര്യം അതൊന്നും വിപ്ലവത്തെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എന്തെങ്കിലും ഗൗരവതരമായൊരു കോസിന് വേണ്ടി ഉള്ളതൊന്നുമല്ല എന്നും അറിയാം. പക്ഷേ ഇവിടെ സംഭവം എന്താ? ഈ മരണമടക്കം ആരെ സഹായിച്ചിരിക്കുന്നു എന്നതാണ് ഞാൻ നോക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച ആ മരണമടക്കം. അതുമാത്രമല്ല, മരിച്ചുപോയ ആളെ അടക്കാൻ പോകുന്ന ഒരു ഘോഷയാത്രയുണ്ടല്ലോ, ആ ശവദാഹയാത്ര. ശ്രീ RS രാജീവ് പറയേണ്ട ഒരു കാര്യമുണ്ട്. നാളത്തെ പത്രത്തിൽ അതിൻ്റെ മുഴുവൻ വിവരങ്ങൾ വരും. അതിനെ നടത്തിക്കൊണ്ട് പോകുന്ന ആ ശവദാഹയാത്രയിൽ പോലും അതിൽ പങ്കെടുത്ത ആളുകൾ സൂക്ഷിച്ചൊരു ഡിക്കോറം എങ്ങനെയായിരുന്നു? ആളുകളെ ആക്രമിക്കുക, എന്താ പറയുക, വഴിയിടിക്കുന്ന സ്കൂട്ടർ എന്താ പറയുക, പെട്രോൾ ഒഴിച്ച് കത്തിക്കുക. പെട്രോളുമായിട്ടാണോ ശവദാഹയാത്രയിൽ പോകുന്ന ആളുകൾ? അതുകൊണ്ടും തീർന്നില്ല, പോയ വഴിയിലുള്ള എല്ലാ കൊടിമരങ്ങളും തകർക്കുന്നതിൻ്റെ പടം കണ്ടല്ലോ. ഇങ്ങനെയാണോ ശവദാഹം നടത്തേണ്ടത്? ശവത്തോട് പോലും മര്യാദ ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നവരോട് മര്യാദ കാണിക്കുക? ശ്രീ അഡ്വക്കേറ്റ് RS രാജീവ് ഈ നമ്മുടെ വിലാപയാത്രയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയൊക്കെ ചെറിയ സാഹചര്യം ഉള്ളതുകൊണ്ട്
ആ വിലാപയാത്രയിൽ ശരിക്കും ബൈക്ക് കത്തിച്ച് അവിടുത്തെ ക്യാമറ അതിന് ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തുനിന്ന് യൂണിവേഴ്സിറ്റി കോളേജിനകത്തുനിന്ന് പെട്രോൾ ബോംബ് വരികയാണ്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിലെ കോളേജിലെ വിദ്യാർത്ഥികളാണ് അവിടെ നിന്ന് ആ ഡീകോൺ അങ്ങനെയുള്ള ഒരു വണ്ടി കത്തിക്കുന്നത്. അത് വ്യക്തമായിട്ട് അതിനകത്തുണ്ട്. ഇതിനെയൊന്നും വ്യതിചലിച്ച് പറയരുത്. സാറിനെ പോലെയുള്ള ഒരാള് ഞാൻ കണ്ട ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, കൈരളി റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെ മറ്റു മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യില്ല. കാരണം അതിന്റെ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. എന്ന് കാണുന്ന ജനങ്ങൾക്കും അറിയാം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ കാണുന്ന ജനങ്ങളെല്ലാം നോക്കട്ടെ, നാളത്തെ പത്രത്തിൽ വരുമല്ലോ അതിന്റെ സത്യാവസ്ഥ. അല്ല, ഇത് കണ്ടിട്ട് ഞാനും അതിനകത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, ഞാൻ കണ്ട ആളാണ്. അതിനകത്ത് വടക്കറിഞ്ഞ രണ്ട് ഈ കേരളത്തില് നിങ്ങൾ പറയും കണക്ക് അഴിമതിയുടെ മലമുകളിൽ ഇരിക്കുന്ന പ്രസ്ഥാനമാണ് CPM. നേരത്തെ കോൺഗ്രസ് പറഞ്ഞു ഭൂമിയും ആകാശവും പാതാളവും വിറ്റവരാണ് കോൺഗ്രസ്. എന്നിട്ട് അഴിമതിയുടെ പാർട്ടിക്കുള്ളിൽ ഒരു വിഷയം പാർട്ടിക്കകത്തുള്ള ഒരു വിഷയം, അതായത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു വിഷയം ഇന്നുണ്ടായിരുന്നു എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ പിന്നിലേക്ക് എടുത്ത് പാർട്ടിക്ക് ബന്ധമില്ല, പാർട്ടിക്ക് ബന്ധമില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്ന കോർപ്പറേഷന്റെ അഴിമതി പറയുന്നു. 6 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ CPM-ന്റെ അംഗം ഉണ്ടല്ലോ, ഈ പറയുന്ന കോൺഗ്രസിന്റെ അംഗം ഉണ്ടല്ലോ. എങ്കിൽ അവർ ഇതിന് കൂട്ടിയല്ലോ? കോൺഗ്രസ് കൂട്ടിയല്ലോ, CPM കൂട്ടിയല്ലോ? പറയണം. 6 പേരടങ്ങുന്ന തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ നടപടിയിൽ 6 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ കോൺഗ്രസ്സുകാരുണ്ട്. കോൺഗ്രസ്സുകാരന്റെ പേരറിഞ്ഞുള്ള കോൺഗ്രസ്സുകാരന് പറഞ്ഞുതരാം, CPM-ന്റെ പേരറിഞ്ഞുണ്ടെങ്കിൽ CPM-ന് പറഞ്ഞുതരാം. എങ്കിൽ ഇവർക്കെതിരെ അന്വേഷണം വെക്കാൻ പാർട്ടി തയ്യാറാണോ? പാർട്ടി തയ്യാറാണോ? കോൺഗ്രസ് തയ്യാറാണോ? അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ തയ്യാറാണോ? ശരിയായ രീതി ശരിയല്ല ഇത്. അല്ല, പറഞ്ഞോളൂ. അതെ, അഴിമതി നടന്ന ആ കമ്മിറ്റിയിൽ CPM-ന്റെ ഒരു മെമ്പറുമില്ല. തിരുവനന്തപുരത്തെ അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ CPM-ന്റെ മാത്രമല്ല LDF-ന്റെ ഒരു മെമ്പറുമില്ല. ഒരു സ്വതന്ത്ര മെമ്പർ മാത്രമാണ് LDF-നെ അനുകൂലിക്കുന്ന ആൾ ഇന്ത്യ ലീഗിൻ്റെ ഒരു ചെറിയ ഒരു സ്വതന്ത്ര മെമ്പർ മാത്രമാണ് ആ അപ്പീൽ കാര്യ കമ്മിറ്റിയിലുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഈ വർത്തമാനം പറയുന്നത്. മാത്രമല്ല, ഇവർ ഈ ആക്ഷേപം, ഈ കൊലപാതകത്തിൻ്റെ ആക്ഷേപം ഞങ്ങളുടെ നേരെ ഉന്നയിക്കുമ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഡിങ്കൻ സുരേഷ് കുറ്റിയാണിക്കാട് നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഈ ഡിങ്കൻ വിഷ്ണു RSS പ്രവർത്തകനാണ് എന്ന് ഞാൻ ശക്തിയായി ആരോപണം ഉന്നയിക്കുന്നു. ഇല്ല എന്ന് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തിന് നിഷേധിക്കാനാവില്ല. കുറ്റിയാണിക്കാടാണ്, എൻ്റെ വീടിൻ്റെ കുറേ അപ്പുറമാണ്, എനിക്ക് നന്നായി അറിയാവുന്നതാണ്. ആ ഡിങ്കൻ വിഷ്ണു ഇപ്പോൾ കസ്റ്റഡിയിലാണ്, അദ്ദേഹം RSS ആണ്. അപ്പോൾ ഡിങ്കൻ വിഷ്ണു എന്ന RSSകാരനെയും അതുപോലെ തന്നെ BMS പ്രവർത്തകൻ്റെ മകനെയും എല്ലാം കൂടെ കൂട്ടി CPM ആക്രമണത്തിന് പോയി എന്ന് പറഞ്ഞാൽ ഈ ലോകത്താരും ജനം കേൾക്കുന്നു. ഈ പറഞ്ഞ പേരുകൾ പറഞ്ഞ 2 പേര്, BMS-ന്റെ മകനും ഒപ്പം ഡിങ്കൻ, ഈ രണ്ട് പേരുടെ ചിലപ്പോൾ ആനാവറിന്റെ മകൻ വരെ BJP-യിൽ വരാം. ഈ 2 പേരും RSS-ന്റെ പ്രവർത്തകരാണ്. ഒരുപാട് CPM ഈ പറഞ്ഞ മണിക്കുട്ടന്റെ പശ്ചാത്തലം ഇല്ല, പറഞ്ഞില്ലല്ലോ. ഒരുപാട് CPM നേതാക്കളെ മക്കൾ RSS-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ഇന്നലെ രാവിലെ BJP ഞങ്ങൾ നിഷേധിച്ചില്ല. പ്രേമൻ BMS-കാരാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ പ്രേമന്റെ മകൻ DYFI യൂണിറ്റ് അംഗമാ, ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. പ്രേമൻ BMS-കാരൻ RSS-ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ ഡിങ്കൻ വിഷ്ണുവിന് RSS-കാരനാണ് ഞങ്ങളുടെ നാട്ടില്. അല്ല, നിങ്ങളുടെ നാട്ടിലുള്ള തന്നെയാണ് വിഷ്ണു. RSS അല്ലാന്ന് ഇത് കേരളത്തിനകത്ത് സഹാവ് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും തമ്മിലുള്ള എനിക്ക് നേരിട്ട് അറിയാവുന്ന കക്ഷിയാണ് ആ ഗ്രൂപ്പ്. ഞാൻ വരട്ടെ, കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ കേരളത്തിലെ മന്ത്രിയുടെ നാട്ടിൽ കൊലപാതകം നടക്കുന്നു. പാർട്ടി സെക്രട്ടറിയുടെ നാട്ടിൽ നിന്ന് പ്രതികളെ പിടിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? പ്രതികളെ പിടിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാണ് കൊലപാതകം നടന്ന തിരുവനന്തപുരത്ത് ഒരു മന്ത്രിയുടെ മണ്ഡലത്തിലാണ് നടക്കുന്നത്. പ്രതികളെ പിടിച്ചത് ഓഫീസ് തുടങ്ങി അവിടെ നിന്ന് പോകാതെ അവിടെ നിന്നൊരു സമാന്തര BJP ഓഫീസ് തുടങ്ങിക്കൊണ്ട് അവിടെ ഈ കൊലപാതകവും ഗ്രൂപ്പ് പ്രവർത്തനവും നടത്തുന്ന വേദിയായി അത് മാറിയിരിക്കുകയാണ്.
അതാണ് അതിന്റെ പ്രശ്നം. ഞാൻ മടങ്ങിയത് അതായത് ഈ കോഴ വിവാദങ്ങൾ ഇനി പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടരുത്. അതാണ് ഒരു പക്ഷേ BJP ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ഒരു പരിധിവരെ എങ്കിലും അവർക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന തോന്നൽ പലർക്കും ഇടയിലും ഉളവാക്കുന്നുണ്ട്. അങ്ങനെ പോയാൽ കാര്യങ്ങൾ, കാരണം ഈ ഒരു പ്രാദേശിക വിഷയത്തെ ഇത്രത്തോളം രീതിയിൽ അങ്ങ് രാജ്നാഥ് സിംഗ് പോലും ഒരു പക്ഷേ ട്വീറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഗവർണർ മുഖ്യമന്ത്രിയെയും സംസ്ഥാന പോലീസ് മേധാവിയെയും വിളിക്കുന്നു. ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന തരത്തിലേക്ക് ചർച്ചകൾ ഇങ്ങനെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ നൈതികമായ തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഇതിനകത്ത് ഇപ്പം നമ്മളിവിടെ ഈ ചർച്ച ഇത്രയും സമയം പാഴാക്കിയത് പോലും അവർക്കൊരു കവചമാണത് ഇതിലൂടെ ഒരുങ്ങുന്നത്. നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ഇതെല്ലാം അതിലേക്ക്, അതായത് ആര് കൊന്നു, ഏത് പാർട്ടിക്കാരൻ കൊന്നു എന്നാണ്. കൊല്ലുന്നത് ഹിംസയെല്ലാം പാടില്ലാത്ത തന്നെയാണ്. സനാതന ധർമ്മത്തിൽ നിലയുറപ്പിച്ച് നിൽക്കുന്ന BJP ആണെങ്കിൽ ഹിംസ ചെയ്യാൻ ഒരിക്കലും പാടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ പേരെ കൊന്നതും അതാണ്. പിന്നെ ഈ അഴിമതിയുടെ കാര്യം ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഭരണകക്ഷിയായിട്ട് വരാത്തൊരു പാർട്ടിയാണ് BJP. അപ്പം മറ്റു പാർട്ടിക്കാർ അഴിമതി വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പൈസ ഇല്ലാതെ ഒരു പ്രസ്ഥാനവും നടക്കത്തില്ല. എല്ലാവരും അഴിമതി പൈസ മേടിച്ചിട്ടില്ല എന്ന് പറയില്ല, എല്ലാവർക്കും പൈസ കിട്ടാറുമുണ്ട്. പക്ഷേ BJP നടത്തുന്ന കൊള്ള അത് ആരെയൊക്കെയാണ്? ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട് അതിലൊരു പ്രമുഖ ആളെ BJPയിലെ ഈ V മുരളീധരൻ എന്തിനു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ഇദ്ദേഹം നെഹ്റു യുവ ബാങ്കിൻ്റെ ഇത് തുടങ്ങിയ സമയത്ത് അതിൻ്റെ കണക്ക് ഹാജരാക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അത് ചെയ്തിട്ടില്ല. അഴിമതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അറിയത്തില്ല. ഇവർ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഈ പറയുന്ന K. സുരേന്ദ്രൻ വളരെ ഒരു ഭീമമായ തുക, ഇവിടുത്തെ പ്രമുഖ ഒരു വ്യവസായിയാണ് കേരളത്തിലെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തി ചോദിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന ഇവർക്ക് എന്താ വരുമാനം? സാധാരണ ഒരു ലോജിക്ക് ഉപയോഗിക്കണം. ഈ K. സുരേന്ദ്രൻ അവിടുന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വരുന്നത് ഇന്നോവ കാറിലാണ്. ആ മിനിമം ഒരു വരവിന് 12,000 രൂപയുടെ ഡീസൽ അടിക്കേണ്ടി വരും. ഇയാളൊരു തെങ്ങേറ്റക്കാരനോ അല്ലെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവറോ പോലും അല്ല. എന്താണ് സോഴ്സ് ഓഫ് ഇൻകം? ഇന്ന് കാണുന്ന ചാനലിൽ വരുന്ന ഡ്രസ്സ് നാളെ കാണത്തില്ല. അത് ആരാണ്? ഇതിനുള്ള വരുമാനം എവിടെ നിന്നാണ്? ഒരു 5 പേര് കൂടെ കാണും. സ്റ്റാർ ഹോട്ടലിലെ ഇവർ താമസിക്കുള്ളൂ, മുന്തിയാന ഹോട്ടലിലെ താമസിക്കുള്ളൂ. ഒരു ജനറൽ ഹോസ്പിറ്റലിലെ ഒരു OP ടിക്കറ്റ് പോലും ഇവരുടെ ഇല്ല. എല്ലാം കിംസിലും അമൃതയിലും ഒക്കെയാണ് ഇവർ ട്രീറ്റ്മെന്റിന് പോകുന്നത്. ഇതെല്ലാം നമ്മൾ കാണേണ്ട കാര്യമാണ്. ജനം കാണണം. ജനം ഒരു വിലയിരുത്തലിലേക്ക്, അവരുടെ പാർട്ടി പ്രവർത്തകർ, സാധാ പ്രവർത്തകർ വിലയിരുത്തലിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ അത് വഴിതിരിച്ചു വിടേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം മുട്ടുന്ന ഒരു അവസ്ഥയിൽ BJP നിൽക്കുമ്പോൾ BJPക്ക് ഇത്തരം ഒരു സാധനം ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. ഈ കൊലപാതകം ഒന്ന് എതിർക്കല്ലേ? കാവി ഇടുന്ന കാവിക്ക് ഒരു പവിത്രതയുണ്ട്. അത് നിങ്ങൾ പറയുന്നതൊക്കെ പവിത്രതയല്ല. അതിനൊരു ഉദയസൂര്യന് ഒരു പവിത്രതയുണ്ട്. പക്ഷെ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒരുമാതിരി സത്യത്തിൽ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയല്ലോ. അരുൺ, എന്റെ എന്റെ പൊന്ന് രാജീവേ നിർത്ത്. BJP വേണം. BJP ആവശ്യമാണ്. മനസ്സിലായോ? കണ്ട പെണ്ണുപിടിയന്മാരെയും കണ്ട. നിങ്ങൾക്കറിയോ 10 ലക്ഷം രൂപയാണ് ഒരൊറ്റ ഭോഗത്തിന് വേണ്ടി കോഴിക്കോട് വെച്ചിട്ട് നായികനെ ഒരു നായികനെ കൊണ്ടുപോയത്. എന്റെ തെളിവുള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവർക്കൊക്കെ അവരുടെ BJP ഇല്ലെങ്കിലുണ്ടല്ലോ, ഇവർക്ക് BJP ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. BJP ഇങ്ങനെ സൂചിപ്പിക്കണം. കേസ് വരുമ്പോ ഒന്ന് CPM-ന്റെ ഇവരെന്താ ഈ സന്യാസിയെ കുറിച്ച്? ഞാനൊരു അഗൗരി സന്യാസിയാണ്. ഇങ്ങനത്തെ തെണ്ടിത്തരം അത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. ഇവര് കേൾക്കാനല്ല. ഇനി ഇതുപോലെയുള്ള ഇപ്പൊ V മുരളീധരനെ കുറിച്ചും സുരേന്ദ്രനെ കുറിച്ചൊക്കെ ഇവർക്ക് ആക്ഷേപമുണ്ട്. അവർക്ക് ഒരുപാട് സ്വത്തുണ്ട്, ആക്ഷേപമുണ്ടെന്ന് പറയുന്നു. V മുരളീധരനെ കുറിച്ചുള്ള സ്വത്തുകൾ ഇവർ കൊണ്ടുപോട്ടെ. ഞാൻ പറയുന്നു, പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നു, ആ സ്വത്ത് ഇവർക്ക് എഴുതി കൊടുക്കാം. ഇവർ കൊണ്ടുപോട്ടെ, ഇവർ കൊണ്ടുവരട്ടെ ആ സ്വത്തുക്കള്. V മുരളീധരൻ BJP പാർട്ടിയുടെ നേതൃത്വത്തെ കുറിച്ച് അവസമ്മത സംസാരിക്കാൻ ഇവർക്ക് അർഹതയില്ല.
പാർട്ടിക്കായിട്ടുള്ള ക്രെഡിബിലിറ്റി ഉണ്ട്. ഇവിടുത്തെ നേതാക്കന്മാർക്ക് ജനമതത്തിൽ അംഗീകാരം ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂടുതലായി ഉണ്ടാകുമ്പോഴുള്ള അസഹിഷ്ണുതയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞാലുണ്ടല്ലോ ബഹുമാനപ്പെടുത്തി എന്തെങ്കിലും പറഞ്ഞാലുള്ള പ്രശ്നം എന്താ പറയുക? ആദ്യം ഇവന്മാർ ഈ തെണ്ടികൾ ആദ്യം പറയണമെന്നറിയോ? നമ്മള് മുസ്ലിംസിന്റെ പൈസ വാങ്ങിച്ചിട്ട് സംസാരിക്കുകയാണെന്ന്. എന്ത് ബുദ്ധിമുട്ടാണ് നമ്മൾ സഹിക്കണമെന്നറിയോ? അല്ലെങ്കിൽ ഇപ്പൊ ഉടനെ തിരിച്ചു പറയുന്നത് നമ്മൾ കള്ളസ്വാമ്യമാരാണ്. എന്താ നമ്മൾ വ്യഭിചരിക്കാൻ നടക്കുകയാണോ? അല്ലെങ്കിൽ നമ്മൾ അഴിമതി നടത്താൻ നടക്കുകയാണോ? ഇവരൊക്കെ എന്തും പറയാനാണ് ഇവന്. BJP തണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും സമാധാനത്തിനടക്കം വേണം. ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ. ഇനി അടുത്ത ചർച്ചയിൽ അവസാന ചർച്ചയിലേക്ക് വരുമ്പോൾ സമാധാനത്തിലേക്കുള്ള ചർച്ചകൾ ഇനി എങ്ങനെ രൂപപ്പെടണം, ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്ത് നിലപാട് ഇനി സ്വീകരിക്കണം? ശ്രീ ആനാവൂർ നാഗപ്പൻ ഷഫീറിലേക്ക് എത്തും മുമ്പ് ഇനി എന്തായാലും ഈ വിഷയത്തിൽ ജനങ്ങളെ ഇതിലെ പൊള്ളയായ വശമുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം സമാധാനത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ, അശാന്തി ആരെങ്കിലും പരത്തുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കണം. ആ രീതിയിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിൽ ഉണ്ടാകും? രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാനുള്ള ഏത് ഇടപെടലിനും അനുകൂലിക്കാനും അതിന് മുൻകൈയെടുക്കാനും എല്ലാ സന്ദർഭത്തിലും CPM തയ്യാറായിരിക്കും. ബന്ധപ്പെട്ട പ്രതികളെ കുറേയേറെ ആളുകളെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, മറ്റെല്ലാ ആളുകളെയും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും നാടിനറിയാം. എന്നാൽ RSS പ്രവർത്തകന്മാരെ നാടിനറിയില്ല. കണ്ണൂരുള്ള ആൾ തിരുവനന്തപുരത്ത് കൊലപാതകം നടത്തും, തിരുവനന്തപുരത്തുള്ള ആൾ കണ്ണൂർ പോയി കൊലപാതകം നടത്തും. ഇതിനകം തന്നെ നമുക്ക് മനസ്സിലായൊരു വസ്തുതയാണ്. യഥാർത്ഥ പ്രതികളെ മാറ്റി നിർത്തി ആരെങ്കിലും കൊണ്ടുപോയി കൊടുത്ത് പ്രതിയാക്കി ക്രിമിനലുകളെ രക്ഷിക്കുന്ന നിലപാടാണ് RSS സ്വീകരിക്കുന്നത്. അവരുടെ കാര്യാലയങ്ങൾ അതിനുള്ള കേന്ദ്രങ്ങളാണ്. ഉയർന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിന് അരിനിൽക്കുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് അനുഭവമുള്ളൊരു വസ്തുതയാണ്. ക്രമസമാധാനം പാലിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തരം ഇടപെടലുകൾക്ക് വശംവദരാകുന്ന ചില ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്താനും യഥാർത്ഥ പ്രതികളെ അവരേത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാവട്ടെ, അവർ CPM ആവട്ടെ, RSS ആവട്ടെ, ആരാവട്ടെ, യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും നടപടി സ്വീകരിക്കാനും ഉള്ള കർക്കശമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണം. ഗവൺമെൻറ് ഇതിനു വേണ്ടിയുള്ള മുൻകൈ എടുക്കണം. ഞങ്ങൾ തീർച്ചയായും CPM ജില്ലയിൽ ഇക്കാര്യത്തിൽ സർവാത്മന സഹകരണം ഉണ്ടാവും. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ ഒരു കാര്യവും ഉണ്ടാവില്ല. ഞങ്ങൾ ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുകയല്ലാതെ പ്രകോപനപരമായ ഒരു വിഷയത്തിനും CPM ഉണ്ടാവില്ല എന്ന കാര്യം പൊതുസമൂഹത്തിന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. യെസ് ശ്രീ രാജീവ്, അതായത് നമുക്ക് എന്തായാലും കാരണം അവിടെ BJP ഓഫീസ് ആക്രമിച്ച വലിയ ജില്ലാ നേതാക്കന്മാരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ ഇനി ഒരു സമാധാനത്തിലേക്ക് വരണം, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം, അതിന് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം. അതിനൊക്കെയുള്ള ഇടപെടലിൽ BJP എത്രത്തോളം കൂറ് പുലർത്തും? അല്ല, ഇതിൽ BJPയെ സംബന്ധിച്ചോളം തിരുവനന്തപുരത്ത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യം, ഒന്ന് CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എതിർപ്പ്, അതോടൊപ്പം തന്നെ അതിനെ ഉപോത്പലമായിട്ട് പോലീസിൻ്റെ ഭാഗത്ത്. അത് ഇന്ന് എനിക്ക് തോന്നുന്നു മനോജ് എബ്രഹാം ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഒരു AC-യുടെ പേരും പറഞ്ഞിട്ടുണ്ട്, ഞാനത് സൂചിപ്പിക്കുന്നില്ല. അതുപോലെ ഒരു CA-യുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ അക്രമത്തിന് ശരിക്കും പാർട്ടിയോട് അനുബന്ധമായി നിന്നുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ടിയുടെ പണിയെടുക്കുക, പോലീസിൻ്റെ പണിയെടുക്കുക, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇതൊക്കെ പറയുന്ന സത്യമാണെങ്കിൽ തിരുവനന്തപുരത്ത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ സമാധാനത്തിന് മുൻതൂക്കം കൊടുക്കേണ്ടത് CPM തന്നെയാണ്, അതോടൊപ്പം തന്നെ പോലീസുമാണ്. അതിന് തയ്യാറായി സർക്കാരിന്റെ നിലപാട് ചെയ്യുന്നുണ്ടല്ലോ. ഇത്രത്തോളം ഒരു നേരം പുലരും മുമ്പ് പ്രതികളെ പിടിക്കുന്നു, അതിൽ മുഖം നോക്കാതെയുള്ള നടപടി എടുത്ത ഒരു സർക്കാർ, ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഒരു ആരോപണങ്ങളും ആ തലത്തിൽ ഉന്നയിക്കാൻ കാണില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഏകപക്ഷീയമായിട്ട് ഞാൻ പറയാം, ഓരോ ഇൻസിഡന്റായിട്ട് എടുത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി പോകില്ല. കഴിഞ്ഞ 3 ദിവസം നടന്ന അടി, കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള വീടുകൾ എന്ത് ന്യായമാണ് കിട്ടിയിട്ടുള്ളത്, എന്ത് നീതിയാണ് കിട്ടിയിട്ടുള്ളത്? വട്ടവിളയിൽ ഒരു പ്രവർത്തകന്റെ വീട് അടിച്ചിട്ട് ആ പ്രവർത്തകൻ പ്രതിയാകുകയാണ്, അദ്ദേഹത്തിന്റെ മകൻ പ്രതിയാകുകയാണ്. എന്ത് ന്യായമാണ് അവിടെ നിൽക്കുന്നത്? അദ്ദേഹത്തിന്റെ വീട് അടിച്ചിരിക്കുകയാണ്. ഇത് ന്യായമാണ്, ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചടിക്കണതല്ലോ. അവരുടെ വീട്ടിൽ അവർ സ്വയം എറിഞ്ഞതല്ല. ഞങ്ങളുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ സുന്ദരന്റെ വീട് അടിച്ചു.
ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി അംഗത്തെ പഞ്ചായത്ത് സമിതി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിശാന്ത് എന്ന് പറയുന്ന ആർഎസ്എസ്കാരനെ ആയുധശേഖരമായിട്ട് പിടിച്ചു. നിശാന്തിനെയൊക്കെ പിടിച്ചത് നിങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ച് യുവമോർച്ചയുടെ സംസ്ഥാന സമിതി അംഗം നിശാന്ത് രാവിലെ വരുന്ന വഴിക്ക് അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. CPM നിന്നും പറയട്ടെ ആക്രമിച്ചതിന് ശേഷം പോലീസ് അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ഇത് യാഥാർത്ഥ്യമാണ്. ഇന്ന് പോലീസ് പറയട്ടെ, ആ പോലീസ് എന്നിട്ട് അദ്ദേഹം നടന്ന വിഷയത്തിൽ പ്രതിയാക്കുകയാണ്. എന്തായാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്. ഐരാണിമുട്ടത്തെ ഒരു കൊടിമരം BJP ABVP പ്രവർത്തകർ തകർത്തതുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങിയത്. അത് പേയാട് മുതൽ അത് കഴക്കൂട്ടം വരെ, ശ്രീകാര്യം മുതൽ കാട്ടാക്കട മുതൽ തിരുവനന്തപുരം സിറ്റി മുഴുവൻ വ്യാപിച്ചു. ബഹുമാനായ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിഷ്ക്രിയരാണ്. ADGP ഇന്റലിജൻസ് മുഹമ്മദ് യാസിൻ പറഞ്ഞു 2 ദിവസങ്ങൾക്ക് മുമ്പേ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്താണെന്നും പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ള എത്രയാണ്, BJPയുടെ ഒരു പ്രവർത്തകൻ മരിച്ചു, മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം, കഴക്കൂട്ടത്തേക്ക് പോകണം. പോലീസ് ആക്ട് പ്രകാരം നിരോധനാജ്ഞയ്ക്ക് സമമായി തിരുവനന്തപുരം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിലാപയാത്ര മൃതദേഹം വഹിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പിലേക്ക് കടന്നു പോകാൻ പോലീസ് എന്തിന് അനുവാദം കൊടുത്തു? ഇത് RSSന്റെ രാഷ്ട്രീയത്തിന് തുല്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സ്പേസിന് വേണ്ടിയിട്ടുള്ള ഈ കഴിഞ്ഞ ഇവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു 10 സീറ്റ് അധികം കിട്ടിയപ്പോ ആ സ്പേസ് പിടിച്ചെടുക്കാൻ തിരുവനന്തപുരം സിറ്റിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കടന്നു കയറാനുള്ള RSSന്റെ ശ്രമം ഒരു ഭാഗത്ത്, അവരെ ചെറുക്കുന്നത് ഞങ്ങളാണെന്ന് വരുത്താനുള്ള CPMന്റെ ന്യൂനപക്ഷ രാഷ്ട്രീയ മറുഭാഗത്ത്. സ്പേസിന് വേണ്ടി ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങളായിരുന്നുവെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഈ അക്രമങ്ങൾ കേരളത്തിൽ ഇങ്ങനെയാണ് ചർച്ചകൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ പോകുന്നതെങ്കിൽ അല്ല, ഇതിനകത്ത് പ്രതീക്ഷ ഈ അക്രമങ്ങൾക്ക് ദീർഘകാലമൊന്നും പോകാനാവില്ല. ഇപ്പം ഗവർണർ ഇടപെട്ടെന്ന് പറഞ്ഞാൽ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗവർണർ മുഖ്യമന്ത്രിയെ പോയി കാണുക എന്നുള്ള പ്രോട്ടോക്കോളിലില്ല. മുഖ്യമന്ത്രിയെ തന്നെയാണ് ഗവർണറെ. അല്ല, ആ നിലയ്ക്കൊക്കെ ഉണ്ടായിക്കോട്ടെ. എങ്ങനെയൊക്കെ ആയാലും ദീർഘമായി ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല. BJPയും RSS ഒക്കെ നടക്കുമ്പോൾ നയമുണ്ട്. വലിയ കുഴപ്പങ്ങൾ നാട്ടിൽ ഉണ്ടാക്കുക. ഇന്ന് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്ത എങ്ങനെയായിരുന്നു? 300% ആണ് അമിത്ഷാ എന്ന നേതാവിൻ്റെ വരുമാനം കൂടിയിരിക്കുന്നത്, സ്വത്ത് കൂടിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നമുക്കിപ്പം വാട്സാപ്പിലൊക്കെ പ്രചരിക്കുന്നത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സത്യത്തിൻ്റെ അംശമുണ്ടല്ലോ. അത് 1000% ഒരു യുവ നേതാവിൻ്റെ ഈ ഇത് കൂടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം ഇതെന്താണ്? അഴിമതി വൻതോതിൽ കൂടുക. അഴിമതി മറച്ചു വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കലാപം നാട്ടിലുണ്ടാക്കുക. ഈ ഇടത്താവളം ദീർഘകാലം പോകില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇവിടെ സമയമില്ല, ഇനി 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ 2 മിനിറ്റ് കൊണ്ട് ഈ കാര്യം മൊത്തം പറയാൻ സമയമില്ല. ഇതിപ്പോ ജനം വീണ്ടും ഈ പഴയ കേസ്, അതായത് എവിടെയാണോ ജനം നിന്നത് അവിടേക്ക് പോകണം. അഴിമതി പുറത്ത് വരണം, ജനം ചർച്ച അതാക്കണം. ഈ ഒരു കൊലപാതകം കാണിച്ചുകൊണ്ട് ആ ചർച്ച ഡൈവേർട്ട് ചെയ്യാൻ സമ്മതിക്കരുത്. വീണ്ടും ഇവരുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചർച്ച സജീവമാവണം. മാധ്യമങ്ങൾ അതില് ഒരു മുഖവും നോക്കാതെ പുറത്തേക്ക് എല്ലാവരും ഞാനുണ്ടാവും. അതുപോലെ അതിനൊന്നും ഒരു കാര്യം, എന്നെ വകവരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് ഇതുവരെ ഒരു പ്രൊട്ടക്ഷനും ഇവർ തരുന്നില്ല. കാരണം ഈ സർക്കാർ തരലെന്ന് വെച്ചാൽ ബെഹ്റയാണല്ലോ ഇത് നോക്കുന്നത്. ബെഹ്റ അടുത്ത കേന്ദ്രത്തിൽ CBI ഡയറക്ടറായിട്ട് പോകാൻ പോവുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ പെൻഡിംഗ് ലിസ്റ്റിൽ കിടക്കുകയാണ്. എന്റെ ഫേസ്ബുക്ക് എന്തായാലും അത് ബോധ്യമുണ്ടെങ്കിൽ എന്തായാലും സർക്കാർ ചെയ്യും. എന്തായാലും ഇന്നത്തെ വിഷയം സ്വീകാര്യത്തെ കൊലപാതകം, അതിൻ്റെ രാഷ്ട്രീയ യുക്തി, രാഷ്ട്രീയമായിട്ടുള്ള ഗതി തിരിച്ചുവിടാൻ ഉള്ള രാഷ്ട്രീയ നിറം നൽകാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ടോ എന്ന പരിശോധനയായിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആനാവൂർ നാഗപ്പൻ അടക്കമുള്ള കോൺഗ്രസ് നേതാവ്, BJP നേതാവ്, രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർക്ക് നന്ദി അറിയിക്കുന്നു. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.